2024 ഹോളിവുഡിലെ ബിഗസ്റ്റ് ഫ്ലോപ്പ് ബോർഡർ ലാൻഡ്സ്. $120 മില്യൺ എടുത്ത ഈ ഒരു സിനിമ 30 മില്യനാണ് കളക്ട് ചെയ്തത്. അപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ധാരണ അവസ്ഥ മനസ്സിലാവുമല്ലോ. അത്രയ്ക്ക് ഫ്ലോപ്പായിരുന്നു ഈ ഒരു സിനിമ. വലിയ പ്രൊമോഷനൊക്കെ ആയിരുന്നു, പക്ഷേ സിനിമ വന്ന സമയത്ത് പാളിപ്പോയി. കാരണം ഇതിൻ്റെ വളരെ മോശം സ്ക്രീൻ പ്ലേയും സ്റ്റോറിയും കൊണ്ടാണ്. നമ്മൾ ഹോളിവുഡ് സിനിമ വന്ന കാലം തൊട്ട് കാണുന്നൊരു സ്റ്റോറി അതേപോലെ തന്നെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് പുതുമയൊന്നും ഇല്ലാത്തൊരു സ്റ്റോറി വെച്ച് കഴിഞ്ഞാൽ എന്ത് ഫീൽ കിട്ടാനാണ്. അതേപോലെ തന്നെയാണ് ഈ ഒരു സിനിമ എടുത്തിട്ടുള്ളത്. ഒരു കോമഡി, ആക്ഷൻ, അഡ്വഞ്ചർ, ഫാൻറ്റസി സിനിമയാണ്. ബോർഡർ ലാൻഡ്സ് പേരുള്ള ഒരു വീഡിയോ ഗെയിമിൻ്റെ ഒരു ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷനായിട്ടാണ് ഈ ഒരു സിനിമ എടുത്തു വെച്ചിട്ടുള്ളത്. കേറ്റ് ബ്ലഞ്ചറ്റും കെവിൻ ഹാർട്ടുമാണ് ഈ ഒരു സിനിമയിൽ ലീഡിങ് റോൾ ചെയ്തിട്ടുള്ളത്. സിനിമ നടക്കുന്നത് പണ്ടോര എന്ന് പറയുന്ന ഒരു വലിയ പ്ലാനറ്റിലൊക്കെയാണ്. നമ്മൾ അവതാറിൽ കണ്ട ഒരു പണ്ടോരയല്ല, ഇത് വളരെ ശോകമായിട്ടുള്ളൊരു പണ്ടോരയാണ്. അവിടെ ആകെ ഉള്ളതൊരു വേൾട്ടാണ്. ആ ഒരു വേൾട്ട് ഭയങ്കര പഴയ കാലം തൊട്ടുള്ളൊരു വേൾട്ടാണ്. അത് ഭയങ്കര കുറേ മിത്തിക് സാധനങ്ങളും പ്രോസികളും ഒക്കെ ഉള്ളൊരു വേൾട്ട്. ആ വേൾട്ട് ഇവിടെ ഉണ്ടെന്ന് ആർക്കും അറിയില്ല. 3 കീ വേണം ആ ഒരു വേൾട്ട് തുറക്കാനായിട്ട്. അപ്പം അങ്ങനെ ഈ ഒരു വേൾട്ട് തപ്പി നടക്കുന്ന കുറേ വേൾട്ട് ഹണ്ടേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ പണക്കാരൻ, അല്ലെങ്കിൽ ഈ പണക്കാരന്മാർക്ക് കുറച്ച് ഇതുള്ളതാണല്ലോ, അതായത് ഇങ്ങനെയുള്ള വാൾട്ട് വേണം പെട്ടെന്ന് കുറേ സാധനം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അറ്റ്ലസ് എന്ന് പറയുന്നൊരു പണക്കാരൻ ഈ സാധനത്തിന് വേണ്ടി തപ്പുന്നു. അപ്പം പുള്ളിയുടെ മോളെ കാണാനില്ല എന്നുള്ള രീതിയിൽ ലിലിത്ത് എന്ന് പറയുന്ന ഒരു ബൗണ്ടി ഹണ്ടറിൻ്റെ ഇതിൽ നിന്നും മോളെ കണ്ടുപിടിച്ചിരാങ്കിൽ ഇത്ര പൈസ അങ്ങനെ പറയാം. മോള് പക്ഷേ പണ്ടോരയിലാണുള്ളതെന്ന് പറഞ്ഞിട്ട് ഈ ലിലിത്ത് പണ്ടോരയിൽ പോവാണ് മോളെ ടീന എന്ന് പറയുന്ന കൊച്ചിനെ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നതാണ് സ്റ്റോറി. അങ്ങനെ അവിടെ ചെന്നിട്ട് ഇത് അവസാനം വോൾട്ട് ഹണ്ടിങ്ങിൽ അല്ലെങ്കിൽ ഒരു വോൾട്ടിലേക്ക് ഇത് ലീഡ് ചെയ്യുന്നു. ടീനയും ലിലിത്തും തമ്മിലുള്ള ഈ വോൾട്ടുമായിട്ടുള്ള ബന്ധം എന്താണ്. അതിനിടയ്ക്ക് റോളണ്ട് എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരനുണ്ടായത്, പുള്ളിയാണ് നമ്മളുടെ ടീനയെ രക്ഷിച്ചൊക്കെ കൊണ്ടുപോയത്. അങ്ങനെ കുറേ സ്റ്റോറി അതിനിടയ്ക്ക് കൂടി ഇങ്ങനെ പോകുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വോൾട്ട് കണ്ടുപിടിക്കുന്നതും ഈ വോൾട്ട് തുറക്കുന്നതുമാണ് സിനിമ. അപ്പം ഈ ഒരു പണ്ടോര എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു പ്ലാനറ്റ് ഭയങ്കര കുറേ വലിയ ജീവികളും കുറേ കള്ളന്മാരും കൊലപാതകികളുമുള്ള ഒരു വലിയ പ്ലാനറ്റാണ്. അപ്പം അവിടെ ചെന്ന് ഇവർ സർവൈവ് ചെയ്ത് ഈ ഒരു 3 കീ കണ്ടുപിടിക്കണം, വോൾട്ട് തുറക്കണം. അതൊക്കെയാണ് സ്റ്റോറി. നമ്മൾ യൂഷ്വലി കാണാറുള്ള പോലെ തന്നെ, അല്ലാണ്ട് പ്രത്യേകിച്ച് ഇതിനകത്ത് ഒരു പുതുമയും ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലേ തന്നെ എന്തെങ്കിലും ഒരു നല്ലതുണ്ടായിരുന്നെങ്കിൽ സിനിമ ഓടിയാനല്ലോ. അത്രയ്ക്ക് ദാരുണമായിരുന്നു ഇതിൻ്റെ ഇത്. ഒരു സിനിമ തുടങ്ങി ഒരു 1 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഇനി സ്റ്റോറി എങ്ങോട്ടാണ് പോകുന്നത്, സ്റ്റോറിയുടെ ക്ലൈമാക്സ് എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ ഊഹം നമുക്ക് കിട്ടും. കാരണം അതങ്ങനെയാണ്. ഈ ഒരു വോൾട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങളും പ്രോസികളും ഒക്കെ പറയുന്നുണ്ട്. ഈ വോൾട്ടിൽ ഒരു ആൾ വരും, വോൾട്ട് തുറക്കും എന്നൊക്കെയുള്ള സാധനങ്ങൾ, രണ്ട് അടുത്ത സാധനങ്ങളൊക്കെ അല്ലേ. അങ്ങനെ പോകുന്ന ഒരു സാധനം. അത് പ്രത്യേകിച്ച് അഭിനയിക്കാനൊന്നും വലുതായിട്ടൊന്നുമില്ല. പിന്നെ കോമഡി, കെവിൻ ഹാർട്ടൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുറേ കോമഡി സിനിമകളൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ഈ പുള്ളിയെ കൊണ്ട് വലിയ ഇതൊന്നും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സത്യം. ഇതിനകത്ത് ആ കേറ്റ് ബ്ലഞ്ചറ്റിനാണ് അല്ലെങ്കിൽ ലിലിത്ത് എന്ന് പറയുന്ന ക്യാരക്ടറാണ് കുറച്ചും കൂടെ ഒരു ലീഡിങ് റോൾ അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്ക്രീൻ പ്രസൻസ് ഉള്ളത്. പുള്ളിക്കാരി എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ട്. നല്ലൊരു നടിയായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. ഓറഞ്ച് മുടിയൊക്കെ വെച്ചിട്ട് കുറേ കൂതറ വിഗ്ഗൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ. ഇതിൻ്റെ VFX ഒന്നും കുഴപ്പമുണ്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ഇതാണ് VFXൽ കുറേ പണി വെച്ചിട്ട് കാര്യമില്ലല്ലോ. നല്ല സ്റ്റോറി വേണ്ടേ. സ്റ്റോറി ഇല്ലായ്മ, ഒരു സ്റ്റോറിക്കുള്ള ക്ഷാമം ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഈ ഒരു സിനിമയിലെന്നാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. തിയേറ്ററിൽ പോയി കണ്ടവർക്കൊക്കെ വലിയ നഷ്ടമാണെന്നാണ്. പ്രത്യേകിച്ച് കാരണം ഇത്രയും ഒരു മുടക്കിയെടുത്ത സിനിമ ഇത്രയും ഫ്ലോപ്പായി പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല സിനിമകളും ഫ്ലോപ്പ് ആവാറുണ്ട്, ഇതേപോലുള്ള പല സിനിമകളും ഫ്ലോപ്പ് ആവാറുണ്ട്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും പോയി. എന്തായാലും OTTയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ പോയി കണ്ടു നോക്കുക. സിനിമ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതേ സെയിം ഒപ്പീനിയൻ ആണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെയാണ് തോന്നിയെന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്, നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നിയെന്നുണ്ടെങ്കിൽ നല്ല കാര്യം. ഇത് എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇത്രയാണ് ബോർഡർ ലാൻഡ്സിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.